ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയിലൊരു എഗ് റോസ്റ്റ്. ഇതിനു വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ പറയാം. പുഴുങ്ങിയ കോഴിമുട്ട 6 എണ്ണം, പുളി കുറഞ്ഞ 5 ടേബിൾ സ്പൂൺ യോഗേർട്ട്, അതായത് തൈര്, പിന്നെ വലിയ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടൊന്ന് പ്യൂരിയാക്കി എടുക്കണം. ടൊമാറ്റോൻ്റെ സ്കിന്ന് മാറ്റാനായിക്കൊണ്ട് മൈക്രോവേവിൽ ഓരോ സൈഡിൽ 2-3 കട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് വെച്ചു. ഇനി പെട്ടെന്ന് തന്നെ സ്കിന്ന് പൊളിച്ചു മാറ്റാൻ പറ്റും. ഈ റെസിപ്പിക്ക് വേണ്ടി 1 ടീസ്പൂൺ ഗരം മസാല ആവശ്യമുണ്ട്. അപ്പം സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഉരലിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഗരം മസാലയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആദ്യം തന്നെ പുഴുങ്ങിയെടുത്ത കോഴിമുട്ട നമുക്കൊന്ന് ചുറ്റും ഒരു 2-3 കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിക്കൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ളു ഉപ്പും കൂടെ വേണം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഈ റെസിപ്പി ചെയ്യാൻ കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ വേണം. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, ചിക്കൻ ടേസ്റ്റ് മേക്കർ ക്യൂബ് 1 എണ്ണം, കസൂരി മേത്തി 1 ടീസ്പൂൺ, 3 സവോള ഇതുപോലെ അരിഞ്ഞു വെക്കണം, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ നിറയെ, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം അരിഞ്ഞത്. ഇത്രയും ചേരുവയാണ് നമുക്ക് ഈ റോസ്റ്റിന് ആവശ്യം. ഇത് വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ടൈപ്പ് റോസ്റ്റാണ്. ഈ തൈരിലോട്ട് ഒന്ന് ഉടച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മസാല മിക്സ് ചെയ്യാൻ പോവുകയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂണാണ് ഗരം മസാല. ഗരം മസാല ഞാനിപ്പോൾ പൊടിച്ചെടുത്താണ് നമ്മുടെ കുഞ്ഞുരലിട്ടിട്ട്. പിന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആദ്യം പൊടിച്ച് വെച്ചത് ഉപയോഗിക്കാം. ഇതെൻ്റെ അടുത്ത് സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ട് തൽക്കാലത്തേക്ക് ചെയ്തതാണ് 1/2 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക, മാറ്റി വെക്കുക. ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എഗ്ഗ് ഒന്ന് വാട്ടിയെടുക്കണം. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി, പിന്നെ 2 നുള്ള് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. ഇത് ലാസ്റ്റോട്ട് ചേർക്കാനുള്ളതാണ്. എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ചിക്കൻ ടേസ്റ്റ് മേക്കർ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് ഇത് ചേർക്കണമെന്നില്ല. ഇനി റെസിപ്പി ചെയ്യാൻ തുടങ്ങുകയാണ്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വെച്ചിട്ട് ഒന്ന് വഴറ്റുകയാണ്. എൻ്റെ മുട്ടയൊക്കെ ചെറിയൊരു മുട്ടയാണ് കിട്ടിയത്, അതുകൊണ്ട് ശരിക്കും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ഭാഗത്തും ഓരോ ചെറിയ കട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ മസാല പിടിക്കാനായിട്ടുണ്ട് ചെറുതായി കൊടുത്തിട്ടുണ്ട്. എഗ്ഗിന് നല്ല മസാലയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒന്ന് വാട്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള മസാല റെഡിയാക്കിയ ശേഷം ഇതിൽ ചേർക്കേണ്ടതാണ്. ഇത് റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ കടായി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഇതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഏതാണ്ട് 5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാദാ ജീരകം, നമ്മൾ ചെറിയ ജീരകം വേണം ചേർത്ത് കൊടുക്കാം. ഞാൻ പെരിഞ്ജീരകം ചേർക്കുന്നത്. 3 പച്ചമുളക്, പച്ചമുളക് ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സവാള ചെറുതായി അരിഞ്ഞെടുക്കണം. 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏതാണ്ട് അങ്ങനെ മൂത്ത് വരണ്ട, എങ്കിലും അതിനോടടുത്തോട്ട് തന്നെ വരണം. ഒന്ന് എല്ലാം ഇതിൻ്റെ വെള്ളമൊക്കെ ആറിയിട്ടൊന്ന് മൂക്കേണ്ട പാകത്തിൽ വരുമ്പോഴും നമുക്കിതിൽ വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുക്കുക ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം.
സാധാരണ നമ്മൾ സവോള വഴറ്റുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കും. ഇതിൽ ഉപ്പല്ല ഞാൻ ചേർക്കുന്നത്, ചിക്കൻ ടേസ്റ്റ് മേക്കറാണ്. അതിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ ചേർക്കാൻ പറ്റും ഉപ്പ്. പിന്നെ ഇനിയിപ്പം വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം, പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഇത് ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു ഡിഷ് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണം. ഇനിയിപ്പോൾ ഇതൊക്കെ എഗ്ഗൊക്കെ ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ യോഗട്ടിൽ ഒരു മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം ഇതൊന്ന് വഴന്ന് വരേണ്ടതാണ്. ഇതിൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് അടിച്ചെടുത്ത് മിക്സിയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. റോസ്റ്റ് നമ്മൾ പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമുക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യും, അല്ലാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടും ചെയ്യും. ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിൽ പല വിധത്തിൽ ചെയ്യാം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള വെരി ടേസ്റ്റി ആയിട്ടൊരു റോസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ ടൊമാറ്റോ പ്യൂറി നമുക്ക് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ അടിച്ചെടുത്തത് എല്ലാം ഞാൻ അപ്പോൾ ചെയ്തെടുക്കുന്നതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 വലിയ തപ്പി ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നേരം ഒന്ന് ഇത് പച്ചമണം മാറുന്ന വരെ വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് ഓയിൽ തെളിയുമ്പോൾ നമുക്കിത് നമ്മുടെ യോഗട്ടിൻ്റെ മിക്സ് ചേർക്കാനുണ്ട്. വെള്ളമൊക്കെ വറ്റി ഓയിൽ തെളിയുന്നുണ്ട്. ഇപ്പം ഞാൻ യോഗട്ട് മിക്സ് ചേർക്കുകയാണ്. യോഗട്ട് മിക്സും മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. യോഗട്ടിൽ ചേർത്തിരിക്കുന്ന മസാല പൊടികളുണ്ടല്ലോ, മുളക് പൊടി മഞ്ഞൾപ്പൊടി, ഇതിൻ്റെയൊക്കെ പച്ചമണം മാറും വരെ നന്നായി വഴറ്റി എണ്ണ തെളിയും വരെ വെയിറ്റ് ചെയ്യുക. നമ്മളിതിൽ യോഗട്ട് ചേർത്തിട്ടുണ്ടല്ലോ, ഈ യോഗട്ടിൻ്റെ കളർ നിൽക്കില്ല. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ആ കളറൊക്കെ മാറിയിട്ട് നമ്മളെ ഈ ഗ്രേവി നല്ലൊരു റെഡ് കളറായിട്ട് വരും. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് കറിക്ക് നല്ല കളർ കിട്ടാനും പിന്നെ നല്ല കൊഴുപ്പും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നല്ല കളർ കിട്ടും എന്തായാലും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. മസാല നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വാട്ടി വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഓയിലൊക്കെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം, മസാല ഓയിലും. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്യണം. നമ്മുടെ ഈ റോസ്റ്റിൻ്റെ പ്രത്യേകത, ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള സവാളയുടെ ഒന്നും പീസുകളൊന്നും കാണാൻ പറ്റില്ല. നന്നായിട്ട് വെന്തുടയണം, നല്ലോണം വഴന്നിട്ട് വെന്തുടയണം. ടൊമാറ്റോ പിന്നെ പീസ് ചേർക്കുന്നുമില്ല. സാധാരണ നമ്മൾ എഗ് റോസ്റ്റ് ചേർക്കുന്ന ചേരുവകൾക്ക് പുറമേ ഇതിന് ഒരുപാട് ഐറ്റംസിൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂടിയാണ് ഇത്രയും നല്ല രുചിയുള്ള ഒരു ഐറ്റമായിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഈ ഒരു റോസ്റ്റ് ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.